അത് ഈ പാർലമെന്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു LDF നടത്തിയത്. പാർലമെന്റ് ഇലക്ഷൻ നല്ല തിരിച്ചടി കിട്ടി, അത് ഏറ്റില്ല. ന്യൂനപക്ഷങ്ങൾ നന്നായിട്ട് വോട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനമായി. CAA കുറിച്ചും പാലസ്തീനെ കുറിച്ചുമാണ് മുഖ്യമന്ത്രി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിച്ചത്. പിന്നെ പാലസ്തീനെ കുറിച്ച് സംസാരിക്കുന്നത് നിലമ്പൂർ വന്നപ്പോഴാണ്. അതിൻ്റെ ഇടയിൽ കുറേ സംഭവം ഉണ്ടായി. അതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി മലപ്പുറം ജില്ലയെക്കുറിച്ച് വളരെ മോശമായ പ്രചരണം ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങൾക്കിടയിൽ നടത്തി. മുഖ്യമന്ത്രി ഹിന്ദുവിനൊരു ഇൻ്റർവ്യൂ കൊടുത്തു. മലപ്പുറത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, ഇത് മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ഇതൊരു സംഘപരിവാർ നെറേറ്റീവാണ്. ആ സംഘപരിവാർ നെറേറ്റീവ് ആവർത്തിച്ച് പിണറായി വിജയൻ പറഞ്ഞു. അദ്ദേഹം നിഷേധിക്കാൻ എങ്ങനെ? ഹിന്ദു പത്രത്തിന്റെ മറുപടി എന്തായാലും അദ്ദേഹത്തിന്റെ PR ഏജൻസിയാണ് കൊടുത്തത്. ഇനി അദ്ദേഹം നിഷേധിച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തിന്റെ ചുമതലയുള്ള വിജയരാഘവൻ 1 ഡസൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ പത്രസമ്മേളനത്തിൽ ഹാജരാക്കിയല്ലോ. 1 ഡസൻ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും അവസാനം പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോൾ പറഞ്ഞു വർഗീയ തീവ്രവാദി ശക്തികളുടെ വോട്ടോട് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചതെന്ന്. അതുവരെ പറയാൻ നാണമില്ലാത്ത തരത്തിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നത് അവരാണ്. ഇനി വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകി, ഞങ്ങളത് സ്വീകരിച്ചു. അതെങ്ങനെ പുതിയ വാർത്തയാകുന്നത്? കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നില്ലേ? അപ്പോൾ ഈ വിവാദം എന്തുകൊണ്ടുണ്ടായില്ല? അപ്പോൾ ഇത് വർഗീയമാക്കണം. ഇനി ഞാൻ മുഖ്യമന്ത്രിയുടെ വീഡിയോ ഞാൻ ഹാജരാക്കിയല്ലോ പത്രസമ്മേളനത്തിൽ. അതായത് അന്ന് വെൽഫെയർ പാർട്ടിയല്ല, ജമായത്ത് ഇസ്ലാമിയും PDPയുടെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകേണ്ട ആവശ്യമില്ല, അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് ഞങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുന്നു. പിന്നെ ജമായത്ത് ഇസ്ലാമിയുടെയും PDPയുടെയും പിന്തുണ ആവേശകരം, അഭിമാനകരം എന്ന് പറഞ്ഞിട്ട് CPMന്റെ മുഖപത്രം ദേശാഭിമാനി അല്ല, ശരിയല്ല, മുഖപ്രസംഗം എഴുതി. എന്നിട്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താ? അന്ന് ഇദ്ദേഹം പറഞ്ഞത് ഇപ്പുറത്തും, ഇന്ന് ഇദ്ദേഹം ഈ യോഗത്തിൽ പ്രസംഗിക്കേണ്ട ഇപ്പുറത്തുമായിട്ട്. ഞാനാണ് അത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളത് പറഞ്ഞേനെ. നിങ്ങളത് ചെയ്യുന്നില്ല. മാധ്യമങ്ങൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞ എൻ്റെ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. അല്ല, അത് കേക്ക്, അതൊരു വശത്തും ഇപ്പോൾ പറയുന്നത് ഇത് ഞങ്ങളുടെ നെറേറ്റീവാണ്. എൻ്റെ മറുപടി അത് മറുവശത്തുമായിട്ടൊന്ന് വെച്ചാൽ മതി, തീർന്നു. പിന്നെ ഒരു വർഗീയ വോട്ടും വേണ്ട. PDP എന്താണ് CPM PDPയെ കുറിച്ചും അബ്ദുൽ നാസർ മദനിയെ കുറിച്ചും പറഞ്ഞത്? തീവ്രവാദിയാണെന്ന്. ആ തീവ്രവാദിയായ അബ്ദുൽ നാസർ മദനിയെ തമിഴ്നാട് പോലീസിന് കൈമാറിയത് കേരള പോലീസാണ് എന്ന അഭിമാനം കൊള്ളുന്നു എന്ന് PRDയുടെ പബ്ലിക് റിലേഷൻ്റെ ഡോക്യുമെൻറ്റിൽ പറഞ്ഞ പാർട്ടിയും ഗവൺമെൻറ്റുമാണ് CPMൻ്റെ. എന്നിട്ടിപ്പോൾ ആ PDPയുടെ പിന്തുണ കയ്യിൽ വാങ്ങിച്ചു വെച്ചിട്ട് ഞങ്ങൾ വർഗീയത വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലോ? 1. 2 ഒരു സ്വാമി, ഇന്ന് ഹിന്ദു മഹാസഭ, ഞാൻ വ്യക്തികളെ കുറിച്ച് പറയാനില്ല, അയാളുടെ പൂർവാശ്രമം അതാരായിരുന്നു എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ആ സ്വാമിയെ എൻ്റെ മറുപടിയാണ് അയാളെ കൂടെ ഇരുത്തിയിട്ട് അയാളുടെ പിന്തുണയും മേടിച്ചിട്ട് ഞങ്ങൾക്ക് വർഗീയവാദികൾ, ഇത് ഹിന്ദു മഹാസഭ, ഗാന്ധിയെ കൊന്ന ആളാണ്, ഹിന്ദു മഹാസഭ, അവരുടെ വോട്ടും കൂടി മേടിച്ചിട്ട് എന്നിട്ട് ആരുടെ വോട്ട് കിട്ടിയാലും ഞങ്ങൾക്ക് വേണം എന്ന് പ്രാദേശിക നേതാക്കന്മാരെ കൊണ്ട് പറയിച്ചിട്ട് ഈ മുഖ്യമന്ത്രിക്ക് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കി ഞങ്ങൾക്ക് വർഗീയ വോട്ട് വേണ്ട, ഞങ്ങൾ മതേതര വോട്ട് മാത്രം മതി എന്ന് പറഞ്ഞ് ഓരോ വീടുകളിലും ചെന്ന് കാലടി ഗോപിയുടെ കഥാപാത്രത്തിലെ പോലെ ഓരോ വീട്ടിലും ചെന്ന് വീട്ടിലെ മതം നോക്കി ജാതി ചോദിച്ച് വോട്ട് ചോദിക്കുന്ന അധപ്പതനത്തിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ധാരണ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാലമൊന്നും നമ്മൾ അറിയില്ല, ഞങ്ങൾക്കാർക്കും അറിയില്ല എന്നാണ്. പിണറായി വിജയൻ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ആ ഭൂതകാലത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറയുക. എന്നിട്ട് ഇപ്പോഴും ഇടതുഭാഗത്ത് ഈ ഹിന്ദു മഹാസഭയിലെ സ്വാമിയും എന്നല്ല പറഞ്ഞത്, ആ സ്വാമിയും ഹിന്ദു മഹാസഭയിലെ ആ സ്വാമിയും ഇപ്പുറത്ത് PDPയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി വോട്ട് പിടിക്കുന്നു എന്ന് പറയുന്ന കാപട്യം എന്താണ്? നിങ്ങളെയാണ് മഴവിൽ സഖ്യം എന്ന് പറയുന്നത്. അതെന്താണ്? അതൊരു ന്യൂനപക്ഷ വിരുദ്ധത. ഇപ്പോൾ സംഘപരിവാർ നെറേറ്റീവാണ്. ഇപ്പോൾ ഡൽഹിയിലിരിക്കുന്നവരെ സന്തോഷിപ്പിക്കലാണ്. പിണറായി പേടിച്ച് നിൽക്കുക, ഡൽഹിയെ